ബഹുമാന്യരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് നമുക്ക് കാണാം. തൂബാ ലിമൻ വുജിദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറുൻ കസീർ. അധികരിച്ച ഇസ്തിഗ്ഫാറുകൾ ഉള്ള ഏട് കിട്ടിയവൻ എത്രയോ സുന്ദരമായവനാണ്, എത്രയോ സന്തോഷമുള്ളവനാണ് എന്ന്. അധികരിച്ച ഇസ്തിഗ്ഫാറു കൊണ്ട് ഏട് ധന്യമായ ആളുകൾ, നമ്മുടെ വലതും ഇടതും ഇരിക്കുന്ന മാലാകമാർ നമ്മൾ ചെയ്യുന്ന നന്മതിന്മകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തിയ ഈ ഏടുകൾ നാളെ നമ്മുടെ മുമ്പിൽ നമുക്ക് മഹ്ശറിൽ തരപ്പെടും, നമ്മുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കപ്പെടും. അത് വലം കൈയിൽ മുന്നിലൂടെ വാങ്ങാൻ ഭാഗ്യം ലഭിച്ചവർ വല്ലാതെ ഭാഗ്യമുള്ളവരാണ്, അവർ സ്വർഗാവകാശികളാണ്. അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന. വലതുപക്ഷക്കാരായ ആളുകൾ വലതു കൈയിലൂടെ ഏട് വാങ്ങാൻ കിട്ടിയവർ വലിയ ഭാഗ്യം ചെയ്തവരാണ്. എന്നാൽ ഇടത് കൈ കൊണ്ട് അവരുടെ പിൻഭാഗത്തിലൂടെ ഏട് വാങ്ങാൻ കിട്ടിയ ഹതഭാഗ്യരായ ആളുകൾ വല്ലാതെ പ്രയാസം അനുഭവിക്കും, നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അവർ നരകവാസികളായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലം കൈയിൽ ഏട് വാങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഏട് ഇസ്തിഗ്ഫാറുകളെ കൊണ്ട്, അധികമായ ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ വലിയ സന്തോഷമുള്ളവനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതഹു ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. അതെ, ആർക്കെങ്കിലും അവൻ്റെ ഏടുകൾ നിറഞ്ഞതായിട്ട്, ഏടുകൾ കാണുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ, ഏടുകൾ കാണുമ്പോൾ അവന് ചിരിക്കാൻ തോന്നണമെങ്കിൽ അവൻ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്ന്. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏടിൽ വല്ലാത്ത കനം കൂടും. ആ കനമുള്ള ഏടുകളുമായിട്ട് നാളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും.